കളയാൻ കഴിയും മിൻ വിർദിഹ ശബിബി, തണുത്തുറഞ്ഞ ആ ഖുർആനിന്റെ പാനപാത്രം കൊണ്ട്, ഖുർആനിന്റെ തണുത്തുറഞ്ഞ പാനപാത്രം കൊണ്ട് വെള്ളമൊഴിച്ച് നിനക്ക് തീ അണച്ചു കളയാൻ കഴിയും. അതിനെന്ത് ചെയ്യണം? എന്നും ഖുർആൻ ഓതുന്നവൻ നരകത്തിൽ കടക്കൂല, അവന് രക്ഷപ്പെടാൻ കഴിയും. ഖുർആൻ ഓതണം ചെറുപ്പക്കാരാ, ഖുർആൻ ഓതാതിരുന്നാൽ പറ്റില്ല, എപ്പോഴും ഓതണം. ഞാൻ പറഞ്ഞല്ലോ, സൂറത്തുൽ വാഖിയപ്പോൾ എല്ലാവരും ഓതാൻ തുടങ്ങിയിട്ടുണ്ടാവും, എല്ലാ ദിവസവും ഓതണം എന്ന് ഞാൻ പറഞ്ഞതാണ്. അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിയ ഫഇന്നഹാ സൂറത്തുൽ ഗിന. റസൂലുള്ളാഹി പഠിപ്പിച്ചു, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ സൂറത്തുൽ വാഖിയ പഠിപ്പിക്ക് ചെന്നിട്ട് ഫഇന്നഹാ സൂറത്തുൽ ഗിന, അത് സമൃദ്ധിയുടെ അധ്യായമാണ്, അത് ഓതുന്ന വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും വരില്ല. ഭാര്യമാരോട് ഓദിക്കണം. അന്ന് ഭാര്യമാർക്ക് ഒരു പക്ഷേ ഓതാൻ അറിയില്ല, സഹാബത്ത് പോയി ഓതി പഠിപ്പിച്ചിട്ട് വേണം. കാരണം ഖുർആൻ നബിന്റെ അടുത്ത് ഓതിയല്ലേ അവർ കേൾക്കുന്നത്. ഇന്ന് നമ്മളെ ഭാര്യമാർക്ക് ഓതാൻ അറിയാം, അവരോട് ഓതിപ്പിച്ചാൽ മതി. അല്ലിമൂ നിസാഅക്കും സൂറത്തുൽ വാഖിയ ഫഇന്നഹാ സൂറത്തുൽ ഗിന. സദഖ റസൂലുള്ളാഹി. അപ്പൊ ഭാര്യമാർ ഓതട്ടെ, നമ്മൾ ഓതട്ടെ, കുട്ടികൾ ഓതട്ടെ, കുട്ടികളും ഓതണം. കുട്ടികളും പഠിപ്പിക്കാൻ വേണ്ടി റസൂലുള്ളാഹി വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ടും സൂറത്തുൽ വാഖിയ എന്ന് ഓതുക, ഖുർആൻ എന്ന് ഓതുക. ഖുർആൻ സുബഹിസ്കരിച്ചിട്ട് ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. നോക്ക് നിങ്ങൾ, നമ്മുടെ മൊബൈലുകളിലൊക്കെ തോന്നിവാസാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയും, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തസീമ എന്ന് പറയുമ്പോൾ അവിടെ ഇൻഷാ അല്ലാഹ് പറയും. നേരെ മറിച്ച് ഒരു ഖുർആൻ ഉണ്ടെങ്കിൽ സുബഹിസ്കരിച്ചു ഖുർആൻ ഓതാൻ നിന്നാ ബസ് കിട്ടൂല. ശരി, ബസ് പോയിരുന്ന് ഓതാ. നിനക്ക് ഒരു ഖുർആൻ ഇതിൽ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓതാം. അത് സ്ക്രീനിൽ തെളിയുമ്പോൾ അതുമായിട്ട് കക്കൂസുക്ക് പോകുന്ന നോക്കൊന്ന് കരുതണം എന്ന് മാത്രം. സ്ക്രീനിൽ തെളിഞ്ഞില്ലെങ്കിൽ പ്രശ്നമല്ല, കാരണം അക്ഷരങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട്. സ്ക്രീനിൽ തെളിയാതിരിക്കുമ്പോൾ ആരോ ഒക്കെ ചോദിച്ചിട്ടുണ്ട്, സംശയം ചോദിച്ചിരുന്നു, ഇതുകൊണ്ട് കക്കൂസ് പോകാൻ പറ്റുമോ? സ്ക്രീനിൽ തെളിയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഖുർആൻ എടുത്തു, അൽ ബഖറ സൂറത്തെ എടുത്ത് സ്ക്രീനിലിട്ട് അങ്ങനെ പോകാൻ പാടില്ല. അതേസമയം മറ്റേത് അല്ലെങ്കിൽ ഇപ്പോൾ ഹാഫിദിങ്ങൾക്കും കക്കൂസ് പോകാൻ കഴിയൂലല്ലോ, കുടുങ്ങിപ്പോകൂലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വിഷയം ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്, വിഷയം നല്ലതിന് വേണ്ടിയാണ് എല്ലാ ഉപകരണങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം നല്ലതിന് ഉപയോഗപ്പെടുത്താം, മുസ്ലിമിനൊന്നും നഷ്ടപ്പെടൂല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ദിവസം എന്റെ കരിദിനമായി പ്രഖ്യാപിക്കുക. എന്നിട്ട് ഇന്ന് മുതൽ തീരുമാനിക്കും. അതിന് ഒന്നിനും ഒഴിവില്ലേ? പട്ടാണികളെ കണ്ടുപഠിക്കണം. നമ്മൾ ഗൾഫിലൊക്കെ ചെല്ലുമ്പോൾ കണ്ടില്ല നിങ്ങൾ, പട്ടാണികൾ, ഗൾഫുകാരായ സുഹൃത്തുക്കൾക്കറിയാം, പട്ടാണികൾ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് അഥവാ ഒഴിവ് കിട്ടിയിട്ടില്ല, ആ ഖുർആൻ എടുത്തിട്ടും നടുങ്ങട്ട് മറിച്ചിട്ട് ഒന്ന് മുത്തം വെക്കും അവർ, എന്നിട്ട് അവിടെ വെക്കും. ഓതാൻ ടൈമില്ലാത്തതുകൊണ്ടാട്ടോ. നോക്കി നിങ്ങൾ, ആ ഒരു ബഹുമാനേ അതെങ്കിലും ഒന്ന് കീപ്പ് ചെയ്യാൻ നമുക്ക് കഴിയണ്ടേ? നമുക്ക് എന്ത് മറിഞ്ഞു ചാടിയൊരു മുസാഫ് എടുത്തു വെക്കാതെ ആയിരിക്കും നമ്മൾ പോവുക. അതാണ് നമ്മുടെ അവരുടെയൊക്കെ മാറ്റം. കണ്ടുപഠിക്കണം. കുറേ ആളുകൾ പലതും അവരെ പഠിക്കരുത്, പക്ഷേ പലതും അവരെയൊക്കെ പഠിക്കാനുണ്ട് എല്ലാ വിഭാഗത്തിൽ നിന്നും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, ഖുർആൻ ഓതാത്തൊരു ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥാപിക്കങ്ങളുടെ ലിസ്റ്റിൽപ്പെടണമെങ്കിൽ നല്ല സൂക്ഷ്മതയോടുകൂടെ ജീവിക്കും വേണം. അതിന് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ കരുതിയത് ഹസനുൽ ബസരിയുടെ ചെറിയൊരു സംഭവം. ഹസനുൽ ബസരി പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് പറയാൻ ഇൻഷാ അല്ലാഹ് 3 മണിക്ക് നമ്മുടെ പരിപാടിയും കഴിയും. 3 മണിയാണല്ലോ നമ്മുടെ സമയം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി വസാബിഖൂന സാബിഖൂന ഉലൈകൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം എന്ന ആയത്തിന്റെ തഫ്സീറിൽ തന്നെ പറഞ്ഞൊരു സംഭവം. ഈ സ്വർഗം കിട്ടണമെങ്കിൽ ആരാവണമെന്ന് ഹസനുൽ ബസരിയുടെ ആ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് തിരിയും. ഹസനുൽ ബസരി പറഞ്ഞു, റഅയ്തു 70 ബദ്രിയ, എന്റെ ജീവിതത്തിൽ ഞാൻ 70 ബദരീങ്ങളെ കണ്ടിട്ടുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോ? ബദരീങ്ങളെ ആണ്ട് കൊണ്ടാടിയല്ലോ നമ്മളൊക്കെ. ബദരീങ്ങളെ ആണ്ട് കൊണ്ടാടി, ബദരീങ്ങളെ നമ്മൾ ഓർത്തു, അവരെ നാം അനുസ്മരിച്ചു. ശരി, പക്ഷെ ബദരീങ്ങൾ നമ്മളും തമ്മിലുള്ള ബന്ധം എത്ര പേര് ചിന്തിച്ചു? ബദരീങ്ങൾ നമ്മളും തമ്മിലുള്ള ബന്ധം ആരെയും ചിന്തിക്കാൻ തയ്യാറായോ? എന്താ ബദരീങ്ങളാണ്ട്? റഅയ്തു 70 ബദരിയ, 70 ബദരീങ്ങളെ ഞാൻ കണ്ടു. ആരാ? ഹസനുൽ ബസരി താബിഈയല്ലേ, ആദ്യകാലത്തെ താബിഈയ. റസൂലുള്ളാഹിനെ കണ്ടവരാ സ്വഹാബി, സ്വഹാബിയെ കണ്ടവരാ താബിഈ. അതുകൊണ്ട് സ്വഹാബത്തിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഹസനുൽ ബസരി. അതും ബദറിൽ പങ്കെടുത്ത ആ സ്വഹാബത്തിനെ വയസ്സുകാലത്ത് കണ്ടാൽ മതിയല്ലോ. 70 ബദരീങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ 70 ബദരീങ്ങളുടെ സ്വഭാവം ബഹുമാനപ്പെട്ടവർ പറയാണ്, അവരെ നിങ്ങൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. കാനൂ ഫീമാ അഹല്ലല്ലാഹു ലഹും അസ്ഹദ മിൻകും ഫീമാ ഹറമല്ലാഹു അലൈക്കും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഒരാൾക്ക് പഠിക്കാൻ മാത്രം എമ്പാടും ഇത് മതി. ഒരു സുഹൃത്തനോട് പറഞ്ഞു, ഉസ്താദേ ഇത് മതി ഒരു മനുഷ്യന് നന്നാവാൻ. ഹസനുൽ ബസരിയുടെ ഈ പ്രഖ്യാപനം. എന്റെ 70 ബദരീങ്ങളുടെ സ്വഭാവം പറഞ്ഞത്? കാനൂ ഫീമാ അഹല്ലല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് ഹലാലാക്കിയതിൽ അവരായിരുന്നു അസ്ഹദ, വിരക്തിയുള്ളവരായിരുന്നു. മിൻകും ഫീമാ ഹറമല്ലാഹു അലൈക്കും,
അല്ല നിങ്ങൾക്ക് ഹറാമാക്കിയതിലുള്ള വിരക്തിയേക്കാൾ അവർക്ക് അല്ല ഹലാലാക്കിയതിൽ അവർക്ക് വെറുപ്പുണ്ടായിരുന്നു. പറഞ്ഞത് തിരിഞ്ഞോ? അല്ല നമുക്ക് ഹറാമാക്കിയ കാര്യങ്ങളോട് നമുക്ക് എത്ര വെറുപ്പുണ്ടോ അതിനേക്കാൾ ഹലാല് വെറുക്കുന്നവരായിരുന്നു അവര്. എന്ന് പറഞ്ഞാൽ ഹലാല് ചെയ്യാൻ പേടിക്ക, പഠിച്ചോനെ അത് ഹറാമായി പോവെന്ന് പേടിച്ചിട്ട്. സംഗതി ഹലാലാന്ന് ഓൽക്ക് അറിയാം, അല്ല പറഞ്ഞതാണ് അനുഭവിച്ചതാന്നൊക്കെ അറിയാം. എന്നാലും അത് ആ ഹലാൽ എടുത്തപ്പോ ഞാൻ പരലോക ചിന്ത എനിക്ക് പോകുമോ, ഹലാലൊക്കെ തന്നെയാണ്, പക്ഷെ അതിന്റെ ഒപ്പം പോയാൽ ദുന്യാവിന്റെ ഒപ്പം പോയാൽ ഞാൻ കുടുങ്ങോ എന്ന് കരുതിയിട്ട് ഹലാലിനെ നമ്മൾ ഹറാമിനെ ഭയപ്പെടുന്നതിനേക്കാൾ ഭയപ്പെട്ടിരുന്നു. ഹറാമിൽ വീണോകോ എന്ന് ഭയന്നിട്ട്. കണ്ടങ്ങൾ ഇതാണ് ബദരീങ്ങളുടെ സ്വഭാവം. ബരാ സാബിക്കീങ്ങൾ കഴിഞ്ഞില്ല. വകാനൂ ബിൽ ബലാഇ അശദ്ദ മിൻകും ഫർഹം ബിർറഹാ. അവര് നിങ്ങളൊക്കെ അനുഗ്രഹത്തിൽ ആഹ്ലാദിക്കുന്നതിനേക്കാൾ പരീക്ഷണത്തിൽ ആഹ്ലാദിക്കുന്നവരായിരുന്നു. നമുക്കൊക്കെ ഒരു അനുഗ്രഹം വരുമ്പോ എത്ര ആഹ്ലാദം ഉണ്ടാവുമോ അതേ ആഹ്ലാദാണ് ഓൽക്ക് എന്ത് ഒരു പരീക്ഷണം വരുമ്പോ ഉണ്ടായിരുന്നത്. അല്ല എനിക്ക് ഒന്നും കൂടെ ഇട്ട് തന്നല്ലോ സ്വർഗം പിടിക്കാനുള്ള മാർഗം. അങ്ങനെ ഓൽക്ക് പരീക്ഷണങ്ങൾ. നമുക്കിപ്പോ വലിയ മോൻ ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ നല്ല അതൊരു അനുഗ്രഹമാണ്. നമുക്ക് നല്ല സന്തോഷം, ഉള്ള നിറയെ സന്തോഷിക്കും. ഭർത്താവ് ഗൾഫിൽ നിന്ന് എത്തി എന്ന് പറഞ്ഞാൽ ഭാര്യ നന്നായി സന്തോഷിക്കും. പക്ഷേ ഭർത്താവ് മരിച്ചു എന്ന് കേട്ടാലോ ഗൾഫിൽ വെച്ച് പോയി. അപ്പോൾ അസ്ഹാബുൽ ബദറിന് ഗൾഫിൽ നിന്ന് എത്തി എന്ന് പറഞ്ഞ അതേ സന്തോഷമാണ് മരിച്ചു എന്ന് പറഞ്ഞാലും. എന്താ കാരണം? അതിന് ഞാൻ ക്ഷമിക്കുമ്പോൾ എനിക്ക് പ്രതിഫലം അങ്ങനെ കൂടുമല്ലോ. അവരങ്ങനെയാ. വകാനൂ ബിൽ ബലാഇ അശദ്ദ മിൻകും ഫർഹ. പരീക്ഷണങ്ങളിൽ നിങ്ങളെക്കാൾ സന്തോഷമുള്ളവരാ. ബിർറഹാഇ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതിലേറെ പരീക്ഷണത്തിൽ സന്തോഷിക്കുന്നവരാണവർ. എന്താണ് അസ്ഹാബുൽ ബദറിന്റെ പവർ? കഴിഞ്ഞില്ല. എന്നിട്ട് ഹസനുൽ ബസരി പറയാൻ, ഞാൻ കണ്ട 70 ബദരീങ്ങള് നിങ്ങൾ കണ്ട എന്ത് പറയുന്നറിയോ? ലൗ റഅയ്തുമൂഹും, നിങ്ങളവരെ കണ്ടാൽ, ഹലാലായതുപോലും പേടിച്ചിട്ട് മാറ്റി ഇങ്ങനെ വെക്കണ ആ രംഗങ്ങൾ കണ്ടാലേ കുൽത്തും നിങ്ങൾ പറയും മജാനീൻ. നിങ്ങൾ പറയും അവർക്ക് വട്ട് കേസാണ്, മജാനീൻ, മജ്നൂൻ, ഭ്രാന്തന്മാരാണ് എന്ന് പറയും നിങ്ങൾ അവരെ പറ്റി. നിങ്ങൾ ഓരെ കണ്ടാ സുഖമില്ലാത്തൊരു ടീം ഇട്ടോന്നേ പറയുള്ളൂ. അള്ളാഹ് ഹലാലാക്കിയത് പോലും എടുക്കണില്ല, വല്ലാത്തൊരു സുഖമില്ലാത്ത ടീം. നമ്മൾ അങ്ങനെ പറയാം. ഹസനുൽ ബസരി പറയാം, നിങ്ങൾ അവരെ കണ്ടാൽ എങ്ങനെ പറയും? വലൗ റഅൗ അഖിയാറക്കും, എന്നാൽ അവര് നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമരെ കണ്ടാൽ, നിങ്ങളെ കൂട്ടത്തിലെ ടോപ്പ് മുത്തഖീങ്ങളുണ്ടല്ലോ അവര് കണ്ടാലോ എന്താ പറയാ? ഖാലു, അവർ പറയും മാലി ഹൗലായി മിൻ ഖലാഖ്, ഇവർക്കൊന്നും പരലോകത്ത് അത്രയൊന്നും കിട്ടാനില്ല കേട്ടോ, കാര്യമായിട്ടൊന്നും ചെയ്തോലല്ല എന്ന് പറയും. ആരെ? നിങ്ങളെ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല മട്ടത്തിൽ നടക്കണോലെ കണ്ടാല്. അപ്പൊ നമ്മളെ കൂട്ടത്തിലെ അശ്റാറിനെ കണ്ടാലോ? വലൗ റഅൗ അശ്റാറക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വേണ്ടാത്തരം ചെയ്യുന്ന തിന്മയുടെ കൂത്തരങ്ങ് തകർക്കുന്ന കൂട്ടുകാരെ കണ്ടാൽ ഹക്കമു, അവരെപ്പോഴോ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. ബിഅന്നഹും ലാ യുഅ്മിനൂന ബിയൗമിൽ ഹിസാബ്, യൗമുൽ ഹിസാബ് കൊണ്ട് വിശ്വസിക്കാത്ത കക്ഷിയാവര്. നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കാത്ത മാപ്പിളാരല്ലട്ടോ എന്ന് പറയും.